കേരളത്തിലുള്ള എല്ലാ ഡിവൈഎഫ്ഐക്കാർക്കും ഇന്ന് ഒരുപാട് സന്തോഷിക്കാനും അതുപോലെ തന്നെ അഭിമാനിക്കാനുമുള്ള നിമിഷത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി 100 വീടുകൾ എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ അതിന് വേണ്ട ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി കേരളത്തിന്റെ എല്ലാ തെരുവുകളിൽ ഇറങ്ങി കുപ്പിയും പാട്ടയും പെറുക്കി അത് വിറ്റുണ്ടാക്കിയ 25 കോടി എന്നുള്ള ഈ വലിയ സംഖ്യ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമ്പോൾ എല്ലാ ഡിവൈഎഫ്ഐക്കാരനും ഉള്ളിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ഇത്രയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രളയത്തിന്റെ ഭാഗമായിട്ട് മൃതദേഹങ്ങൾ തിരയാനും കുട്ടികൾക്കും അനാഥർക്കും വേണ്ടി അവിടെ കൂട്ടുനിൽക്കാനും പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാനും അങ്ങനെ എല്ലാത്തിനും മുന്നിൽ നിന്ന് അവസാനം ഞങ്ങൾ സ്വരൂപിച്ച പാട്ടപെറുക്കിയും കുപ്പിപെറുക്കിയും സ്വരൂപിച്ച ആ ഫണ്ട് കൊണ്ട് അവിടെ ഈ 400 വീടുകളിൽ 100 വീടുകൾ ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വിയർപ്പിൽ നിന്നുണ്ടായതാണ് എന്നുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഡിവൈഎഫ്ഐക്കാരനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ രക്തദാനം നൽകിയതും ഏറ്റവും കൂടുതൽ പൊതിച്ചോറ് നൽകിയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വീട് നൽകാൻ വേണ്ടി ഫണ്ട് കൊടുത്ത ഏക പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും കേരളത്തിൽ നിന്നും ചോർന്നു പോകില്ല എന്നുള്ള പ്രഖ്യാപനം ഓരോരുത്തരും നിൽക്കുന്നിടത്തു നിന്ന് മനസ്സുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഖാക്കളോടും അഭിവാദ്യങ്ങൾ.